വെറും 10 മിനിറ്റിൽ ഒരു പ്രൊഫഷണൽ ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2026 റാൻഡം വിന്നിംഗ് പ്രൊഡക്റ്റുകൾ കോപ്പി ചെയ്ത് റാൻഡം ജനറൽ സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വെറും സീറോ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ വീഡിയോയിലൂടെ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രാച്ച് ലെവലിൽ നിന്നും ഒരു ബ്രാൻഡ് ലെവൽ ലുക്ക് തരുന്ന ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ലൈവായി നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്. സോ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമാണ്. ഇവിടെ റൊപ്പോസോ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലർ പാനലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഒരു ഡെഡ് സ്കിൻ റിമൂവർ ആണ്. നമ്മുടെ കാലിൻ്റെ ഒക്കെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഷോപ്പിഫൈയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ആ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഷോപ്പിഫൈയിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു നിലവിലുള്ള നമ്മുടെ ഓൺലൈൻ സ്റ്റോർ എന്താണ്, എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് വ്യൂ ചെയ്ത് നോക്കാം. ഇവിടെ നിലവിലുള്ള നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിലവിൽ മൊബൈൽ വ്യൂ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതും ഓൾമോസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് പേജിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊഡക്റ്റ് പേജ് ഓൾസോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രൊഡക്റ്റ് പേജിലുള്ളത്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോറിലോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ ടൂളാണ് Forge.ai എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ നമ്മുടെ ഷോപ്പിഫൈയുടെ ആപ്പ് സ്റ്റോറിലോട്ട് പോവുക. ഇവിടെ Forge.ai എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും Forge.ai സ്റ്റോർ ബിൽഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. നിലവിലുള്ള സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 4.9 ആണ് സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടെ വളരെ ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഷോപ്പിഫൈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെൽ കൺവേർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ അടുത്ത പേജിൽ നിങ്ങൾക്ക് അഗെയിൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതും നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. കാര്യം നമ്മൾ മാനുവലി ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള തീംസുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു, അതല്ല ഫ്രീ തീംസുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കമും കൺവേർഷനൊക്കെ വളരെ കുറവായിരിക്കും. മാനുവലി നമ്മൾ സ്റ്റോർ ബിൽഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ സെക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺവേർട്ടിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോർ കംപ്ലീറ്റ് ആയി തീർക്കുമ്പോഴേക്കും മിനിമം ഒരു 24 hours എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ കോപ്പി റൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്കം തരുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിനൊക്കെ ഒരു പരിഹാരം, നമുക്കൊരു ക്വിക്ക് ഈസി മെത്തേഡാണ് ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് തരുന്നത്. ആൻഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഇൻട്രോ പേജിൽ വരിക. ടോട്ടൽ സ്റ്റോർ റവന്യൂസ്, ബണ്ടിൽ റവന്യൂ, അതുപോലെ തന്നെ ബണ്ടിൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 1-2 ഡിസ്പ്ലേ, അതായത് നമുക്ക് ഡെമോ വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിവിടെ സിമ്പിളായിട്ട് ജനറേറ്റ് സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ ഷോപ്പിഫൈ സ്റ്റോറിൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതല്ലാതെ ആലി എക്സ്പ്രസ്സിനോ ആലിബാബയിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടും നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഷോപ്പിഫൈയിൽ ഓൾറെഡി പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഷോപ്പിഫൈ സ്റ്റോർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ടു സ്റ്റോർ ഫോക്കസ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ അടുത്ത പേജിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിന് നമുക്ക് ഒന്നും കൂടെ അവർക്ക് നമുക്ക് വേണ്ട പ്രിഫറൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് AI. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോംപ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. പ്രോംപ്റ്റ് നിങ്ങൾക്ക് സെൽഫായിട്ട് മേക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT ജിമിനിയോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോംപ്റ്റ് അവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതിയാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 350 ക്യാരക്ടേഴ്സ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ ആ ഒരു പ്രോംപ്റ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ്, നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. സോ നമുക്കിവിടെ കണ്ടിന്യൂ ടു സ്റ്റോർ ബേസിക്സിലോട്ട് പോവാം. ഇവിടെ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും. ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ആകെ ചെയ്യേണ്ട വർക്ക് വരുന്നത്. ഇതിനുശേഷം നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു AI നമുക്ക് വേണ്ടിയിട്ട് മേക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ ഫൈനലി നമ്മുടെ AI നമുക്ക് വേണ്ടിയിട്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമുക്ക് വരിക. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റോർ നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം.
സോ ഓൾമോസ്റ്റ് എവറി ഡീറ്റെയിൽസ് കവേർഡ് ആണ്. ഇവിടെ നമുക്ക് കമ്പാരിസൺ പാനൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടോട്ടലി വെറും കപ്പിൾ ഓഫ് മിനിറ്റിൻ്റെ അകത്ത് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വെൽ ഒപ്റ്റിമൈസർ ആയിട്ടുള്ള ഒരു സ്റ്റോർ നമുക്ക് എന്ത് ചെയ്തു AI ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി ഇവിടെ നമുക്കൊരു 3 വേർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് തന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേരിയേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡ് വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഇമേജൊക്കെ AI വെച്ചിട്ട് അവർ തന്നെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ ഒപ്റ്റിമൈസർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ലുക്കിംഗ് ഔട്ട്കം നമുക്ക് തരുന്നത് കാണാൻ പറ്റും. സോ ഇനി മൂന്നാമത്തെ സ്റ്റോറിൻ്റെ ഔട്ട്കം കൂടെ നമുക്ക് നോക്കാം. 3 വേരിയേഷൻസ് വരുന്നതാണ്. നമുക്കതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറുകളും ഒന്നിനൊന്ന് മെച്ചാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAQ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇതിലും കവേർഡ് ആണ്. സോ ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. സോ മേ ബി ഞാൻ ആദ്യത്തെ സ്റ്റോർ തന്നെ സെലക്ട് ചെയ്യാണ്. സോ ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് പേജിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് പേജും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സ്റ്റിക്കി ആഡിറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോർ ലോഞ്ച് ചെയ്യാം. അത് നമുക്ക് ലോഞ്ച് ദിസ് സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മന്ത്ലി ഒരു ചെറിയ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ബട്ട് ഇത് ടോട്ടലി വർത്തിറ്റ് ആണ്. കാര്യം മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോർ ബിൽഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് AI ത്രൂ. ബട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മാർക്കറ്റിൽ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു AI സ്റ്റോർ ബിൽഡർ ആണ് ഈ പറഞ്ഞ ഫോർജ് എന്നുള്ളത്. സോ നമുക്കിവിടെ കാണാൻ പറ്റും മന്ത്ലി $15 ആണ് നമുക്ക് എന്ത് വരുന്നത്, കോസ്റ്റ് വരുന്നത്. തിങ് അറൗണ്ട് 1000-1200 രൂപയുടെ അകത്ത് മാത്രമാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 7 ഡേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫ്രീ ട്രയൽ 7 ഡേയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ദിവസം നമുക്ക് എന്താണ് ഒരു ടെസ്റ്റിംഗ് പീരീഡ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ പുഷ് ചെയ്ത് നമുക്കിത് ഓക്കെ അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 6ഓളം സ്റ്റോറുകൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പേജുകൾ 10 എണ്ണം പെർ ഡേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ജനറൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും നമ്മൾ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് പേജ് ബിൽഡർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ഓളം പ്രൊഡക്റ്റ് പേജുകൾ പെർ ഡേ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ സ്റ്റാർട്ട് യുവർ 7 ഡേ ഫ്രീ ട്രയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് എപ്പോഴും സ്റ്റാർട്ടർ പ്ലാനിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഗ്രോത്ത് പ്ലാനോ സ്കെയിൽ പ്ലാനോ നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും സ്യൂറ്റബിൾ ആവുന്നത് സ്റ്റാർട്ടർ പ്ലാൻ തന്നെയാണ്. സോ ലെറ്റ്സ് സി, നമുക്കിവിടെ നെക്സ്റ്റ് പേജിൽ ഞാൻ അപ്രൂവ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറും കാര്യങ്ങളൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിഫൈ സ്റ്റോർ അല്ലാണ്ടെങ്കിൽ സ്പെസിഫിക്കലി നമ്മളൊരു ഇ-കോം സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ബണ്ടിൽസ്, നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് ഓർഡർ വാല്യൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സെയിൽസും കാര്യങ്ങളും ഇത്തിരി കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ വളരെ പ്രീമിയം ലുക്ക് വരുന്ന ഒരു ബണ്ടിൽ ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ബണ്ടിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ നമുക്കിവിടെ ക്രിയേറ്റ് ബണ്ടിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3 ടൈപ്പ് ഓഫ് ബണ്ടിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആദ്യത്തേത് ബൈ 1 ഗെറ്റ് 1, അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് കിട്ടുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ സെയിം പ്രൊഡക്റ്റ് കിട്ടുന്നതോ അങ്ങനെയുള്ളൊരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബണ്ടിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോളിയം ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് 100 രൂപ, 2 പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 150 രൂപക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു വോളിയം ഡിസ്കൗണ്ട് കൂടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ബണ്ടിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതേ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ടോ ചെറിയ പൈസക്കോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബണ്ടിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നിലവിൽ ഈ ഒരു സ്റ്റോറിൽ ഞാൻ ബണ്ടിലോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ സ്റ്റോറിലോട്ട് പോകുന്നു. സോ നമ്മൾ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു forge.aiയുടെ ആ ഒരു തീം നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ ഓൺലൈൻ സ്റ്റോറിലോട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും താഴെ ഹൊറിസോൺ ഫോർജ് AI എന്ന് പറഞ്ഞിട്ട് ഒരു തീം നമുക്ക് അവൈലബിൾ ആയി കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക.
സോ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അഗൈൻ നമ്മൾ എഡിറ്റ് തീമിലോട്ട് പോവുക. നിലവിൽ കാണുന്നത് ഡെസ്ക്ടോപ്പിന്റെ വ്യൂ ആണ്. നമുക്ക് മൊബൈൽ വ്യൂ ജസ്റ്റ് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഹോം പേജ് വന്നേക്കുന്നത്. ഹോം പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം പേജ് ആണ് നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് യെസ്, ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിൽ ഇൻബിൽഡ് ആയി കിട്ടിയേക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്നു തോന്നുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. ആ ഒരു സെക്ഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആൻഡ് നിലവിൽ ഈ ഒരു സെക്ഷൻ എനിക്ക് വേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്നുകിൽ എനിക്ക് റിമൂവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഹൈഡ് ചെയ്യാം. സോ നിലവിൽ ആ ഒരു വെബ്സൈറ്റിൽ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സെക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും ഇത്തിരി കൂടെ ക്ലീൻ ആയിട്ടുള്ളൊരു സെഷനായിട്ട് നമുക്കിത് ഫീൽ ആവുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഹോം പേജ് വന്നേക്കുന്നത്. ആൻഡ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ആൻഡ് പ്രൊഡക്റ്റിലോട്ട് നമ്മൾ പോകുന്നു. പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്ന് നോക്കാം. നിലവിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് വന്നേക്കുന്നത്. കമ്പാരിസൺ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ പെർസെൻറ്റേജ്, ഒരു സേവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് അതും അവൈലബിൾ ആണ്. ആഡ് ടു ആർട്ട്, ബൈ നൗ ബട്ടൺ, സ്റ്റിക്കി ആഡ് ടു ആർട്ട്, എവറി ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വെൽ ഒപ്റ്റിമൈസർ ആയിട്ട് ഇവർ ചെയ്തു വെച്ച് തന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇതിൻ്റെ അകത്ത് വലിയ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരാനില്ല. ഇതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെന്ന FAQ ആണ്. ഇതിൽ നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ട്, അതല്ലാണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നമുക്കിവിടെ എഡിറ്റബിൾ ആവുന്നത് കാണാൻ പറ്റും. ബട്ട് നിലവിൽ ഞാൻ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല, എല്ലാം അതുപോലെ തന്നെ വെക്കുകയാണ്. കാര്യം ഓൾറെഡി ഇത് ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് കൂടുതൽ വർക്കുകളോ കാര്യങ്ങളൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ചില ഓപ്ഷൻസുകൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വീഡിയോസിൻ്റെ ഒരു സെക്ഷൻസ് കാര്യങ്ങൾ. സോ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്നും അല്ലാണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത്രയും എളുപ്പത്തിൽ നമ്മളൊരു AI ബിൽഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റിയൽ എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ഈ ഒരു വെബ്സൈറ്റ് റിയൽ ആയിട്ട് ഞാൻ റൺ ചെയ്യും. ആൻഡ് ഓൾസോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ Forge.ai വെച്ചിട്ടുള്ള കംപ്ലീറ്റ് വെബ്സൈറ്റിൻ്റെ ഒരു സെറ്റപ്പ്, ഈ പറഞ്ഞ ഷോപ്പിഫൈയുടെ ബാക്ക് എൻഡ് സിസ്റ്റം കാര്യങ്ങൾ, ഏതൊക്കെ പ്ലഗിൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് അടക്കം റൺ ചെയ്ത് നമ്മൾ സെയിൽസ് കണ്ടെത്തുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ലൈവ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക. നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വരും വീക്കുകളിലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂട്യൂബിൻ്റെ അകത്ത് ലൈവായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതും അതുവഴി നമ്മളൊരു സെയിൽസ് കണ്ടെത്തുന്നതും പ്രൊഡക്റ്റ് കണ്ടെത്തുന്നതും എവറി ഡീറ്റെയിൽസ് നമ്മൾ കവേർഡ് ചെയ്തിട്ട് ഈ ഒരു Forge.ai വെച്ച് നമ്മൾ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്ത് സെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ. ആൻഡ് യെസ്, ഫോർജ് എന്ന AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കംപ്ലീറ്റ് ഷോപ്പിഫൈ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നിങ്ങൾ ഈ ഒരു ടൂൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോഡ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള A to Z ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലൈവ് വർക്ക്ഷോപ്പ് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. സോ നമുക്ക് വരും വീക്കുകളിൽ അതും പ്ലാൻ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.